തെരഞ്ഞെടുപ്പ് ഫലത്തിനു പിന്നാലെ LDF തിരുത്തണമെന്ന വിമർശനവുമായി കത്തോലിക്ക കോൺഗ്രസ്. ഫലം രാഷ്ട്രീയ മുന്നറിയിപ്പാണ്. ഭരണത്തോടുള്ള അസംതൃപ്തിയാണ് പ്രകടമായത്. ക്രൈസ്തവ വിഭാഗത്തിന്റെ ആശങ്കകൾ കൈകാര്യം ചെയ്തതിൽ വീഴ്ച വന്നു. വന്യജീവി പ്രശ്നങ്ങളിലെ കർഷക നിരാശ പ്രതിഫലിച്ചെന്നും കത്തോലിക്ക കോൺഗ്രസ്. സജു ദേവസ്യയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സജു ദേവസ്യ, ഭരണവിരുദ്ധ വികാരമില്ല എന്ന LDFന്റെ വിലയിരുത്തലിനിടയിലാണ് കത്തോലിക്ക കോൺഗ്രസിൻ്റെതായ ഒരു വിമർശനം വരുന്നത്. ഇതൊരു മുന്നറിയിപ്പാണെന്നാണ് പറയുന്നത്. ഭരണവിരുദ്ധ വികാരം പ്രതിഫലിച്ചുവെന്നാണോ കത്തോലിക്ക കോൺഗ്രസിന്റെ വിലയിരുത്തൽ? ഡോക്ടർ അരുൺകുമാർ, കത്തോലിക്ക കോൺഗ്രസിന്റെ ഗ്ലോബൽ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് ഗവിയിൽ ദീപിക പത്രത്തിൽ എഴുതിയ ലേഖനത്തിലാണ് LDFനെതിരായ വിമർശനങ്ങൾ ഉന്നയിക്കുന്നത്. അതിലേറ്റവും പ്രധാനം ഭരണത്തോടുള്ള ജനങ്ങളുടെ അസംതൃപ്തി ഇക്കാര്യത്തിൽ പ്രകടമായി. LDFന് തിരിച്ചറിയുകയും തിരുത്താൻ തയ്യാറാവുകയുമാണ് വേണ്ടത്. ചില സ്പെസിഫിക്കായ വിഷയങ്ങൾ എടുത്തു പറയുന്നുണ്ട്. അതിലേറ്റവും പ്രധാനം വനം വകുപ്പിനെ കൂടി രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ്. മലയോര മേഖലയിലെ കർഷകരുടെ, മലയോര മേഖലകളിലെ പഞ്ചായത്തിൽ ഒന്നടങ്കം എല്ലാ ജില്ലകളിലെയും മലയോര പഞ്ചായത്തുകൾ എടുത്താൽ വലിയ തിരിച്ചടി LDFന് നേരിട്ടിരുന്നു. ആ കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കത്തോലിക്ക കോൺഗ്രസിന്റെ ഗ്ലോബൽ ഡയറക്ടർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, വന്യജീവി പ്രശ്നങ്ങളിൽ കാര്യമായ ഇടപെടലുകൾ ഉണ്ടായില്ല. പലപ്പോഴും കിരാത നിയമങ്ങൾ നടപ്പാക്കുന്നതിന് വനം വകുപ്പ് പിന്തുണയാണ് നൽകിയിട്ടുള്ളത്. ആ വിഷയത്തിലെ കർഷക നിരാശ ഈ ഇടങ്ങളിലെ ഫലത്തിൽ പ്രതിഫലിച്ചിട്ടുണ്ട്. അതുകൂടാതെ ക്രൈസ്തവ ന്യൂനപക്ഷത്തിന്റെ ആശങ്കകൾ പലപ്പോഴും സർക്കാരിന്റെ മുൻപിൽ പെടുത്തിയതാണ്. അക്കാര്യത്തിൽ ആ ആശങ്കകൾ പരിഗണിക്കുന്നതിൽ വീഴ്ചയുണ്ടായി എന്ന കാര്യം ചൂണ്ടിക്കാണിക്കുന്നു. ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ പിന്നോക്കാവസ്ഥയടക്കം പഠിക്കുന്നതിന് വേണ്ടി നിയമിച്ചിട്ടുള്ള JB കൊച്ചി കമ്മീഷൻ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കണമെന്നും അതിന്റെ അടിസ്ഥാനത്തിലുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും പലതവണ ആവശ്യപ്പെട്ടെങ്കിലും ആ റിപ്പോർട്ട് വെളിച്ചം കണ്ടില്ല എന്ന കാര്യം ചൂണ്ടിക്കാണിക്കുന്നു. ഒപ്പം തീരദേശ മേഖലയിൽ തുടർച്ചയായി സമരങ്ങളുണ്ട്. സർക്കാരിന്റെ മുമ്പിൽ പല വിഷയങ്ങളും വെച്ചു, അതിലെല്ലാം പരിഗണിക്കപ്പെട്ടില്ല എന്ന കാര്യം കൂടി ചൂണ്ടിക്കാണിക്കുകയാണ്. ഇങ്ങനെ ഇതൊരു രാഷ്ട്രീയ മുന്നറിയിപ്പാണ്. അതുകൊണ്ട് ഇത് അവസാനമല്ല. LDF തിരിച്ചു വരാനുള്ള അവസരമാണുള്ളത്. അങ്ങനെ തിരുത്താനും ഇങ്ങനെ ന്യൂനപക്ഷങ്ങളുടെ വിഷയങ്ങളടക്കം ഉന്നയിച്ചപ്പോൾ അതിനോട് വേണ്ടത്ര അനുഭാവപൂർണ്ണമായ പരിഗണന ഉണ്ടാകാതിരുന്നതടക്കം പ്രതിഫലിച്ചു. ഏഴെട്ട് നിയമനത്തിലെ ഭിന്നശേഷി നിയമനത്തിലെ വിഷയമടക്കം ഈ ലേഖനത്തിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം UDFനെയും പരാമർശിക്കുന്നുണ്ട്. ഈ വിജയത്തിൽ മതിമറക്കുകയല്ല വേണ്ടത്, ആ വിജയത്തിൽ വിനയാന്വിതരായി പ്രവർത്തിച്ചാൽ ഭരണപക്ഷമായി മാറാനുള്ള സാധ്യതയുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുന്നു. ഒരേ സമയം UDFനും LDFനെയും പരാമർശിച്ചുകൊണ്ടാണെങ്കിലും ഭരണവിരുദ്ധ വികാരമുണ്ടായി. അതിൽ വലിയ അസംതൃപ്തികളെ കൈകാര്യം ചെയ്യുന്നതിലുണ്ടായ വീഴ്ചയാണ് ഇത്തരമൊരു തിരിച്ചടിക്ക് കാരണം. അത് തിരിച്ചറിഞ്ഞ് തിരുത്തുകയാണ് വേണ്ടത് എന്നത് ഉൾപ്പെടെ ഉള്ള ഉള്ളടക്കത്തോടു കൂടിയാണ് ഈ ലേഖനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഓക്കേ, താങ്ക് യു.